അത് ആദ്യം മനസ്സിലാക്കാം. ആൾക്കാർക്ക് പള്ളി പോകാൻ പറ്റില്ല, പിള്ളേർക്ക് കളിക്കാൻ പോകുന്നില്ല, ഒരു പരിപാടി നടന്നില്ല. അതിനൊരു തീരുമാനം ദയവായും സ്വാഗതം. ഞങ്ങളൊക്കെ വിളിച്ചു വിട്ടാൽ ഇത് ആൾക്കാർക്ക് പേടിച്ച് നടക്കാൻ വരെ വിളിക്കണ ജനങ്ങൾ. അത് മാറ്റം വരണം. പ്രമുഖ ചാനലുകളും വാരങ്ങളോളം എഴുതിയ വിഷയമാണ് ഈ പട്ടി വിഷയം. ഒരു കാര്യം നമ്മുടെ സർക്കാരിന് ചെയ്യാൻ സാധിക്കും. ഞാൻ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ആളല്ലാണ്. അത് നിയമപരമായ മുലാകുടുക്കുകൾ കാരണം സർക്കാരിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ലോ സംസാരിച്ചത്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ലോ സംസാരിച്ചത്. വളരെ മോശം തന്നെ, വളരെ മോശം തന്നെ. ഒരുപാട് വിഷയത്തിൽ യോഗം വിളിച്ചേക്കാം. എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ കുപ്പായിട്ട് നടക്കുന്ന ആൾക്കാരും നമ്മളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വഷളാവണം. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഈ പട്ടി വിഷയത്തിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. ഈ കള്ളക്കേസ് എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭ കൗൺസിൽ ഹാളിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ വാഗ്വാദങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നു. അതായത് ഈ സർവകക്ഷി യോഗം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ചെയർമാൻ ഇതിൻ്റെ അജണ്ട മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ LDF-ൻ്റെ കൺവീനറായിട്ടുള്ള TP ജോണി അദ്ദേഹം എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഈ യോഗം എന്തിനാണ് വിളിച്ചിട്ടുള്ളത്? ഈ യോഗം തെരുവുനായ വിഷയത്തിലാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളതെങ്കിൽ തെരുവുനായ വിഷയത്തിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ എടുത്ത കള്ളക്കേസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. പിന്നീട് നടന്നത്, കൗൺസിൽ ഹാളിൽ നടന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങളായിരുന്നു. അത് പിന്നീട് കയ്യേറ്റത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ചേർന്ന സ്ഥിതി വന്നു. LDF കൗൺസിലർമാരും അതുപോലെ തന്നെ LDF-ൻ്റെ നേതാക്കന്മാരും ഒരു വശത്ത്, മറുവശത്ത് UDF-ൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ മറുവശത്ത്. ഇതിനിടയിൽ ചെയർമാനായിട്ടുള്ള ഷിബു ആലപ്പൻ വളരെ വൈകാരികനായിട്ട് അദ്ദേഹം വളരെ വൈകാരികനായിട്ടുള്ള ഒരു വൈകാരിക പ്രകടനം എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം വളരെ LDF-നെതിരെ വളരെ രൂക്ഷമായ വൈകാരിക പ്രകടനത്തിലൂടെ ചേംബറിൽ നിന്ന് എഴുന്നേറ്റു. വിഷയങ്ങൾ രൂക്ഷമായി. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള ജോണി പുല്ലൻ അദ്ദേഹവും VJ ജോജിയും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിൽ മുൻ കൗൺസിലറായിട്ടുള്ള KA അജിതൻ, അതുപോലെ തന്നെ CPI-യുടെ നേതാവായിട്ടുള്ള അനിൽ കദളിക്കാടൻ തുടങ്ങിയവർ അണിചേർന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങളും അതുപോലെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾക്കും ഇന്ന് കൗൺസിൽ ഹാൾ വേദിയായി. അതിനുശേഷം LDF കൗൺസിലർമാർ പറഞ്ഞു, ഈ വിഷയത്തിൽ തെരുവുനായയുടെ വിഷയത്തിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പട്ടികടിയേറ്റ ആളുകളുടെ ബന്ധുക്കളുണ്ടായിരുന്നു, പട്ടികടിയേറ്റവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇന്ന് അതിൽപ്പെട്ട പല ആളുകളെയും ആശുപത്രിയിൽ പരിഭ്രാന്തി മൂലം പനി വന്ന് അഡ്മിറ്റാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ നയിച്ചത്. പക്ഷേ 50,000 രൂപയുടെ നാശനഷ്ടങ്ങൾ നഗരസഭ ഓഫീസിൻ്റെ അകത്ത് ഉണ്ടാക്കി എന്നുള്ള കേസ് കൊടുത്ത് ഞങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന കാര്യം ചർച്ച ചെയ്യണം എന്ന് വളരെ രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടാണ് LDF കൗൺസിലർമാർ ഈ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് വിളിച്ചത്. അങ്ങനെ വേറെ കാര്യങ്ങളുണ്ടേ. ഇവിടെ ഒരു മാസക്കാലം ഒരു പട്ടിണി നിറയെ കടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരണകൂടം ഉണ്ടായിരുന്നില്ല, ഒരു ചെയ്തോന്നുണ്ട്, ചെയ്തില്ല. അവസാനം 2 ദിവസം മുമ്പ് 12 ആൾക്കാർ കടിച്ചു പൊട്ടി ഇല്ലേ? അന്ന് നിങ്ങളെ തിരിഞ്ഞു വയ്ക്കില്ലേ നിങ്ങളിപ്പോൾ? അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ LDF ഒരു പ്രതിഷേധം നടത്തി.
ആ പ്രൊഡക്ഷൻ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന കാര്യം ചാലക്കുടി മാത്രമല്ല ഇവിടെ ചെറിയൊരു വിഷയം ഉണ്ടായി. ഇല്ലാതെ പറയാം, പട്ടിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം വന്നു. കുറച്ച് ആൾക്കാർ ഓടി കയറി അധികം വന്നു. ചെയർമാനെ ഓടി കൂട്ടിലേക്കാൻ വിളിച്ചു. അതിപ്പോൾ എന്താ ശരി, ഇപ്പോൾ ജനപ്രതിനിധികളടക്കം ആൾക്കാരെ കേസിൽ ഉപയോഗിക്കാൻ പോകും. എപ്പോൾ അറസ്റ്റ് ചെയ്യുള്ളവരെ ആരെ സമ്മാനം പറയാനിപ്പോൾ അതിന്റെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? 2 ചെടിച്ചിട്ട് മറിച്ചിട്ടൊന്ന് അതിനുവേണ്ടി 50,000 കേസ് കൊടുക്കുന്നത് കേസും അത് നല്ല വിഷയം. ഇവിടെ എന്ന് പരിശോധിക്കുന്നുണ്ടപ്പോൾ ഇവിടെ വല്ല അക്രമകാരുണ്ടായിട്ടുണ്ടോ? ചെയർമാനെ തന്നെ ഇവിടെ ജോലി സംബന്ധമായിട്ട് ഫയൽ ചോദിക്കുക 2 ചെടിച്ചിട്ട് മറിച്ചിട്ടു. ഇതല്ലേ നേരെ സംഭവം. ഇവിടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയില് ഇതിൽ നേരത്തെ 2 ആളുകൾ പട്ടി കടിച്ചിട്ടുള്ളൂ. 2 ആളെ മാർക്കറ്റിലെ പട്ടി. ഇപ്പൊ ഉണ്ടായത് എന്താ? ഈ 2 ദിവസം മുമ്പ് കുറച്ചധികം ആളുകൾ കടിച്ചു. എന്ത് വൈകിയെന്ന് പറയണത് യോഗം? ഇതിന് മുമ്പ് ഒരാളെ പട്ടി കടിച്ച സമീപം ആള് പറയട്ടെ. മാർക്കറ്റില് 2 ആളുകൾ മാർക്കറ്റിലെ പറ്റി നിർത്തി ഓർമ്മയില്ല. മാർക്കറ്റിലെ പറ്റി മാർക്കറ്റിൽ ഈ സാധനം എവിടെ നിന്ന് ഈ പട്ടി എവിടെ നിന്ന് എന്റെ വീണ് മാർക്കറ്റിൽ 2 ആളെ കടിച്ചതാണല്ലേ? മാർക്കറ്റിൽ 2 ആളെ കടിച്ചതാണല്ലേ? മാർക്കറ്റിലെ പ്രദേശം അനിൽകുമാറിന്റെ വാർഡ്. അനിൽകുമാറിന്റെ ഒരു അധ്യക്ഷൻ ഒരു യോഗത്തില് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ആ വിഷയത്തില് തർക്കണ്ടെങ്കിൽ പറയുന്നോട് ഒരു കുഴപ്പമില്ല. ഒരു വിഷയം എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ സീനിയർ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള പക്വതയുള്ള ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല. നമ്മുടെ വിഷയത്തിന്റെ ഗൗരവം കളയാണ്. പയ്യൻ അവന്റെ കൂട്ടുകാരനെ കളിച്ചതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലാണ് ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ഈ ചെയർമാൻ ഞങ്ങളുടെ പേരിൽ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയുണ്ട്. അതൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ഉണ്ടാവും. തെറ്റ് ചെയ്താൽ അതൊക്കെ ഉണ്ടാവും. 7 പേരെ ആദ്യം കളിച്ചു. 7 പേരെ ആദ്യം കളിച്ചു. ഒരു സർവീസ് കേസെടുത്ത കാര്യമല്ല, കേസെടുത്ത കാര്യമായിരിക്കും. 7 പേരെ കളിച്ചു. പട്ടി കടിച്ച കാര്യമല്ല, കേസെടുത്ത കാര്യം. 7 പേരെ ആദ്യം കളിച്ചു. എവിടെ സർവീസ് യോഗം? എവിടെ സർവീസ് യോഗം? ആ കേസ് കേരളത്തില് എത്ര ആള് ചത്തു? ജോലി തടസ്സപ്പെടുത്തി ഞങ്ങള്. വരുന്ന ആൾക്കാരാണ് കൂടെ എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും പറയട്ടെ. യോഗം സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയത് കേസ് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യാനല്ല. ഞാൻ വ്യക്തമായിട്ട് പറയണേ, ഇവിടെ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് അതല്ല, വ്യക്തമായിട്ട് തന്നെ പറയണേ പട്ടിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാണ്. എന്നാലും കേസ് സംബന്ധമായ കാര്യം ചർച്ച ചെയ്യാറില്ല. 7 പേര് ആദ്യം കടിച്ചപ്പോ ഈ സർവീസ് ഒന്നും കണ്ടില്ലല്ലോ മോനെ. ആ 7 പേര് ആദ്യം കടിച്ചു. മനസ്സിലായി? അനിൽകുമാറിന്റെ വാർഡില് 7 പേരെ പട്ടി കടിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അന്നൊന്നും സർവീസ് ഞങ്ങള് ദേശീയം നടത്തി ഇവിടെ വന്നപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേര് കള്ളക്കേസ് പട്ടിപ്രേമം തുടങ്ങിയാണ്. ഞങ്ങളുടെ പേര് കള്ളക്കേസ് ഉണ്ടായ സംഭവത്തിന് വിനുവായിട്ട് ആലോചിച്ചിട്ടാണോ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത? ഇല്ലയോ? എന്ത് ചെയ്തു? ആദ്യത്തെ ഘട്ടത്തിൽ മാർക്കറ്റിൽ ഉണ്ടായ പട്ടി കടിച്ച സംഭവത്തില് വിനുവായിട്ട് ആലോചിച്ചിട്ടാണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്? എനിക്ക് അത്ര അറിയാൻ മതി. പട്ടി പിടിക്കാൻ വന്നു. അത് പിടിച്ചോ? പിടിച്ചിട്ട് പോയി. 2 തിരിച്ചു വന്നു. അങ്ങനൊന്നും പറയാൻ വിളിച്ചു പറഞ്ഞ ഞാൻ വന്ന് കാണിച്ചിട്ട് ചാലക്കുടി പള്ളിയുടെ സൈഡിൽ നിന്ന് 3 പട്ടിനെ പിടിച്ചിട്ട് പോയി. 2500 പട്ടിന് 5000 തരാൻ പറഞ്ഞു. ചെയർമാനെ നിങ്ങൾ പിടിച്ചെന്ന് പോയ 3 പട്ടിയിൽ 2 പട്ടി തിരിച്ചു വന്നിരിക്കുന്നു. അതിന് കൗൺസിൽ വിളിച്ചു നിങ്ങൾ തന്നെ 7 പേരെ പട്ടി കളിച്ചു. നിങ്ങൾ എവിടെ വിളിച്ച? എവിടെ സംശയം? ഞങ്ങളുടെ പേരിൽ കേസ് എന്ത് തടസ്സപ്പെടുത്തുന്നത്?
വന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഇന്നലെ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ. അല്ല ആ